ജി ശങ്കരക്കുറുപ്പ് കാൽപ്പനികതയുടെയും ഇമേജിസത്തിന്റെയും മിസ്റ്റിസിസത്തിന്റെയും ഒക്കെ വക്താവായി വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ജിയെ ദാർശനിക കവിയെന്ന് വിളിക്കാം. ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ജിയിലൂടെ മലയാളത്തിന് ലഭിച്ചു. 1901 ജൂൺ 3 കാലടി നായത്തോട് ഗ്രാമത്തിൽ ശങ്കരവാര്യരുടെയും ലക്ഷ്മിക്കുട്ടിയമ്മയുടെയും മകനായി ജനനം. ചെറുപ്പത്തിലെ സംസ്കൃതം പഠിച്ചു. ഹയർ പരീക്ഷ ജയിച്ച് 17-ാം വയസ്സിൽ ഹെഡ്മാസ്റ്ററായി ജോലി ലഭിച്ചു. 4-ാം വയസ്സിൽ തന്നെ കവിത എഴുതി തുടങ്ങിയ ജി അപ്പോൾ അറിയപ്പെട്ടു തുടങ്ങിയിരുന്നു. പിന്നീട് വൈക്കത്ത് കോൺവെന്റ് സ്കൂളിൽ ജോലി ചെയ്ത ജി പണ്ഡിത പരീക്ഷ ജയിച്ചു. പിന്നീട് വീണ്ടും സംസ്കൃത പഠനം, പലയിടത്തും അധ്യാപനം, ഒപ്പം കവിത എഴുത്തും. 1926 വിദ്വാൻ പരീക്ഷ ജയിച്ച് തൃശൂർ ട്രെയിനിങ് കോളേജിൽ ചേർന്നു. 1937 എറണാകുളം മഹാരാജാസ് കോളേജിൽ അധ്യാപകനായി. 1956 വിരമിച്ചു. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം എന്നീ നിലകളിലും ജി പ്രവർത്തിച്ചിട്ടുണ്ട്. രാജ്യസഭയിലും അംഗമായിരുന്നു. വിശ്വദർശനം എന്ന കൃതിക്ക് 1963 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും 1961 കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു. ഓടക്കുഴലിന് 1965 ജ്ഞാനപീഠം ലഭിക്കുന്നത്. പത്മഭൂഷൺ പുരസ്കാരവും ജിയെ തേടിയെത്തി. 1978 ഫെബ്രുവരി 2 അന്തരിച്ചു. ജീവിതത്തെ ആർദ്രവും സുരഭിലവുമാക്കുന്ന പ്രേമവാത്സല്യങ്ങൾ, സ്വാതന്ത്ര്യ തൃഷ്ണ തുടങ്ങിയ ആദ്യകാല ഭാവങ്ങൾ പിന്നീട് ജീവിതരതിയിലേക്കും ആസ്തിക്യ ബോധത്തിലേക്ക് നീങ്ങുന്നത് കാണാം. അന്വേഷണം, എൻ്റെ വേളി, സൂര്യകാന്തി, ഇന്ന് ഞാൻ നാളെ നീ തുടങ്ങിയ പ്രശസ്ത ഭാവഗീതങ്ങളടങ്ങിയ സൂര്യകാന്തി ജിയെ അതിപ്രശസ്തനാക്കി. ടാഗോറിന്റെ കവിതകൾ ജിയെ സ്വാധീനിച്ചിട്ടുണ്ട്. ടാഗോർ കവിതകളുടെ പല സവിശേഷതകളും ജിക്കും ബാധകമാണെന്ന് നിരൂപകർ പറയുന്നു. കാളിദാസന്റെ മേഘസന്ദേശത്തിന് ശ്രദ്ധരാവൃത്തത്തിൽ തർജ്ജമ തയ്യാറാക്കിയത് മേഘഛായ 1944 ജി ശങ്കരക്കുറുപ്പിനെതിരെ ഉയർന്ന ഏറ്റവും വലിയ വിമർശനം സുകുമാർ അഴീക്കോടിൻ്റെതാണ്. ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു. ഈ ഗ്രന്ഥനാമം തന്നെ ശങ്കരക്കുറുപ്പിന്റെ അന്നത്തെ ഔദ്ധത്യം വ്യക്തമാക്കുന്നു.